അറസ്റ്റ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇതിനെക്കുറിച്ച് ഇനി പറയും ആ പെണ്ണിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ആ പെണ്ണ് എവിടെയാണ്? ആ പെണ്ണ് ഫോൺ ചെയ്തപ്പോ നിങ്ങൾ ചോദിക്കാതിരുന്നിട്ട് വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നതിനാ? DGPയുടെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്തോണ്ടിരിക്കാൻ തന്നെ എടുത്ത് കോംപ്രമൈസ് എന്ന് വിചാരിച്ചോ? കാഞ്ചിന്ന് വലിച്ച തന്റെ തല പൊട്ടിത്തെറിക്കും. ആ പെണ്ണെവിടാ? സാർ, മീഡിയ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് സാർ. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്തിനാ സാർ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ഗുണ്ട പോലീസ് DGPയുടെ മകളെ കാണാനില്ല. മുതിർന്ന പൗരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത പോലീസ് മേധാവി. ഈ വീഡിയോ തത്സമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മാഡം, അനിത പുതിയ വീട്ടിലേക്ക് മാറിയെന്ന് അറിഞ്ഞത് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂജാമോളും മോളുടെ ഫ്രണ്ട്സും ഓഫീസിൽ നിന്ന് രാത്രി 8:30 മണിക്ക് ഇറങ്ങി ഒരു പാർട്ടിക്ക് പോയിട്ടുണ്ട്. മാം, CMന്റെ ഓഫീസിൽ നിന്നാ. നിങ്ങൾ എന്തായി കാണിക്കുന്ന ആശ? നിങ്ങളുടെ സ്വന്തം മോളെ രക്ഷിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ അങ്ങനെ പബ്ലിക്കിനെ രക്ഷിക്കുന്നേ? ആ തോക്ക് കൊണ്ട് നടക്കുന്ന ACP ആരാ? അയാൾക്ക് ഒരു വിവരമില്ലേ? ആദ്യം എഴുത്തുകാരെ റിലീസ് ചെയ്യാൻ നോക്ക്. PM വന്നിട്ട് പോകുന്നവരെ നിങ്ങളുടെ മകളെ കാണാതെ വിഷയം ഒരു മീഡിയക്കാരും അറിയരുത്. ആദ്യം ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്ക്. I will take care of that. വണ്ടി റൈറ്റർ വീട്ടിലേക്ക് വിടാം. എഴുത്തുകാരൻ സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പൂജ എന്ന പെൺകുട്ടി കാണാതെയായത് സോഷ്യൽ മീഡിയയിലും മറ്റും ന്യൂസ് വന്നതുകൊണ്ട് എല്ലാവരും പരിഭ്രാന്തരായ നിലയിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. പൂജ DGPയുടെ സ്വന്തം മകളാണെന്നുള്ള കാര്യം. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതെന്ന് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് DGP അതിനെക്കുറിച്ച് വിവരം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മാം, ഇതാണ് വീട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. സാർ, DGP സാർ. ഇവിടുന്ന് അയാൾ ഒരു അടി പോലും എടുത്തു വെക്കാൻ പാടില്ല. എന്ത് നടന്നാലും എനിക്ക് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ മാഡം. സാർ, ഒരു ഉയർന്ന മേലധികാരി വന്നപ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കേണ്ട മര്യാദ കാണിച്ചു വിടാനോ സാർ? മിണ്ടാതിരി. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ഇന്ന് രാവിലെ മുതൽ എന്റെ മകളെ കാണാനില്ലെന്നും പറഞ്ഞ് ന്യൂസ് ബ്രേക്ക് ആയിരിക്കുകയാണ്. I want to tell everyone that this is totally baseless and not true. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ സുബ്രഹ്മണ്യനെ ഹാൻഡിൽ ചെയ്ത വിധത്തെക്കുറിച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഞാൻ തന്നെ പേഴ്സണലായി അയാളുടെ അപ്പോളജി ചോദിക്കാൻ വന്നതാണ്. മാഡം, സുബ്രഹ്മണ്യൻ സാറിന്റെ നേർക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു തോക്ക് ചൂണ്ടിയിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലുള്ള ന്യായമാണ്? പബ്ലിക്കിന്റെ നേരെ ഡിപ്പാർട്ട്മെന്റ് ഗണ്ണെടുത്തത് തെറ്റാണ്. അയാൾക്കായി ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി വെച്ചിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയി മിസ്റ്റേക്ക് ചെയ്ത ACPയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മാഡത്തിന്റെ മകളെ കാണാതായെന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ എവിടെ ഉണ്ട്? ഓൾസോ സുബ്രഹ്മണ്യൻ സാറിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്താണ്? എന്റെ മകൾ പേഴ്സണൽ വെക്കേഷനിലാണ്. 2 ദിവസം കഴിഞ്ഞ് വരും. മാം, ക്ഷമ ചോദിക്കാനാണെങ്കിൽ കമ്മീഷണർക്കും വരാലോ. DGP നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? എന്റെ മകളുടെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്ന് വിചാരിച്ചു. മാഡം, അദ്ദേഹം എഴുതി കഥയ്ക്കും ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ മാം, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു എവരിവൺ. മാഡം, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മാഡം, ഇയാളുടെ ഡീറ്റെയിൽ എല്ലാം തന്നെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറയും. യെസ് മാം.
ജനറൽ മെഡിക്കൽ ചെക്കപ്പ് ആണെന്ന് പറഞ്ഞ് സൈക്യാട്രിസ്റ്റിനെ വെച്ച് അനലൈസ് ചെയ്യാൻ പറയണം. ഓക്കെ മാം. ശരി, അയാൾക്ക് കൂടപ്പിറപ്പുകളോ സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് തിരക്കണം. പിന്നെ അയാൾ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. ഒരു എമർജൻസി മാറ്ററാണ്. കല്യാൺ, പറയൂ ആശ. ഞാൻ ഇവിടെ ഒരു അപകട നില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു അണ്ടർ കവർ ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. നിങ്ങളൊരു DGP അല്ലേ? നിങ്ങൾക്ക് അറിയാത്ത ഓഫീസേഴ്സ് ഉണ്ടോ? ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ്മാരെയൊക്കെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ദേ കല്യാൺ, ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു മാറ്ററാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഓഫീസേഴ്സിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് ഒരു നല്ലൊരു ഓഫീസറെ പറഞ്ഞേക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. മിസ്റ്റർ ചേതൻ, യെസ് മാം. ഒരു അണ്ടർ കവർ ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽ വരും. ഇപ്പൊ തന്നെ അയാളെ വരുത്താനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു വെക്കണം. ഓക്കെ മാം. ആ റൈറ്റർ സുബ്രഹ്മണ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? മാം, അയാളിവിടെ വന്നിട്ട് ആകെ 6 മാസമായിട്ടുള്ളൂ. ഇതിനു മുൻപ് എവിടെയായിരുന്നെന്ന് ആരോട് ചോദിച്ചാലും അറിയില്ല എന്നാ പറയുന്നത്. ഹലോ സാർ, എന്തെഴുതിയാലും മാഡത്തെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു സാർ. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. വായിച്ചു കേൾപ്പിക്കട്ടെ സാർ. മാഡം, ആ എഴുത്തുകാരന്റെ കൂടെയുള്ള കോൺസ്റ്റബിളാണ് വിളിക്കുന്നത്. വീണ്ടും അയാൾ എന്തോ എഴുതിയിട്ടുണ്ടെന്ന്. എന്താ എഴുതിയിരിക്കുന്നേ? ഇപ്പൊ പറഞ്ഞോളൂ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ഓഫീസർ സ്വന്തം മകളെ കാണുവാനില്ല. വേറൊരു ഓഫീസറായ വിക്രം കുമാറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പൂജയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതിനു മുമ്പ് തന്നെ പൂജയെ രക്ഷിക്കാൻ കഴിയുമോ? ആ ഫോണിങ് തരൂ. ഹലോ കല്യാൺ, പറയൂ ആശ. നിങ്ങൾ അയക്കാമെന്ന് പറഞ്ഞ ഓഫീസറിന്റെ പേരെന്താണ്? അവന്റെ പേര് വിക്രം കുമാർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോടോ? ഒരു അക്ഷരം മിണ്ടുന്നില്ല സാറേ. ഇവന്മാർക്ക് എങ്ങനെ അറിയാനാ? ശരിക്കും ഇവന്മാര് തന്നെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സർ, ഇതുവരെ ഇവന്മാരാണ് സസ്പെക്ട്സ്. സസ്പെക്ട്സ്? ഇവിടെ വാടാ. സാർ, പേരെന്താ? ഹുസൈൻ എന്നാ. നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നറിയോ? ഏതോ പൂജ. പൂജനെ എങ്ങനെ പരിചയം? കോളേജ് മേറ്റ്. അത്രേ ഉള്ളോ? ഒരു തവണ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു സാർ. എപ്പോ? ഒരാഴ്ച മുമ്പാണ് സാർ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫോൺ നമ്പർ വാങ്ങിച്ചു സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അയക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശങ്കർ സാർ. നിനക്ക് പൂജനെ എങ്ങനെ അറിയാം? ഫേസ്ബുക്ക് ഫ്രണ്ടാ സാറേ. ചാറ്റ് ചെയ്യും, എപ്പോഴും മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഒന്നും തരുന്നില്ല സാറേ. പോടാ. പൂജ പോയോടത്തെല്ലാം CCTV നോക്കി അവളെ ഫോളോ ചെയ്തവരെല്ലാം പിടിച്ചോണ്ട് വന്നിരിക്കുക. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ലാത്തിയിൽ എണ്ണ തടവി ടാങ്കിൽ ചൂടുവെള്ളം നിറച്ച് ഐസ് കട്ടയെ നിരത്തി എന്താടാ ലോക്കൽ സ്പാ നടത്തണം ഇവിടെ? ഇറക്കി വിടറോ എല്ലാത്തിനെ? ഇറക്കി വിടറോ? മേഡത്തെ പോയി കണ്ടാലോ? മെയിൻ ബ്ലോക്കിലുണ്ട്. ഇത് എന്താ? ഇറ്റ്സ് എ സൺ ക്ലോക്ക്. ഞാൻ ഇതെന്താണെന്നാ ചോദിച്ചേ. ഇതൊരു പാവയുടെ ചിത്രം. എന്ത് പാവയാണെന്ന് പറ, നോക്കട്ടെ. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടെല്ലാം മങ്ങിയാ കാണുന്നത്. ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പറഞ്ഞേ. വവ്വാലാന്ന് തോന്നുന്നു. എത്ര വയസ്സ് കാണും? അത് വവ്വാലിനോട് തന്നെ ചോദിക്കണം. എത്ര വർഷമായിട്ട് ഈ കഥ എഴുതുന്നുണ്ട്? ഇന്നലെ രാത്രിയിലാണ് തുടങ്ങി വെച്ചത്. എൻ്റെ കഥയിലൊരു ഡോക്ടറുടെ സീൻ വരുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു ചുരുണ്ട കുടിക്കാരൻ. അവസാനം അയാളുടെ ഗതി എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല.